കാലിൽ കെട്ടിവെച്ചിരുന്ന കയറങ്ങടിഞ്ഞിട്ട് ആ കെട്ടടിഞ്ഞിട്ട് പുല്ല് താഴെ വീണുപോയി. രണ്ട് കാലും ഇങ്ങനെ വെളിയിൽ കാടുകയാണ്. മയ്യത്ത് കയ്യിൽ വെച്ചിട്ട് സഹാബത്ത് കരയുകയാ. എല്ലാരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിപ്പിച്ചിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുവോ? വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചാൽ ഇവരെ പോലെ മരിക്കണം. എല്ലാം പടച്ചവന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ടാണ് ബിസബ് മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പണത്തിന്റെ പുറകെ പോടല്ലേ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കല്ലേ, നിന്റെ ആയുസ്സത് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉംറയ്ക്ക് പോയപ്പോ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ ഉംറയ്ക്ക് പോയപ്പോ 265 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ. എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ലഗേജുകൾ മുഴുവനും വണ്ടി കയറ്റി വെച്ചു. പക്ഷേ മദീനത്ത് ചെന്നപ്പോ എല്ലാവരുടെ ലഗേജും കിട്ടി. 2 പെണ്ണുങ്ങളുടെ ലഗേജ് എവിടെ പോയെന്നറിയില്ല. 2 സഹോദരിമാരുടെ ലഗേജ്. എല്ലാവരും മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കാണാൻ പോകാൻ, എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുക. ഈ പാപങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ജോഡി വസ്ത്രം പോലും ഇല്ല. എവിടെ പോയെന്നറിയില്ല. എത്ര തെരഞ്ഞിട്ടും കിട്ടണില്ല. ഒരു ദിവസം തെരഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ഇവരൊക്കെ വൈലന്റ് ആവാൻ തുടങ്ങി. ആ ഫ്ലാറ്റ് മുഴുവനും അഴിച്ചു പറക്കി. വന്ന ബസ്സിൽ വിളിച്ച് എല്ലായിടത്തും തിരിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. 2 പേരും പെണ്ണുങ്ങളാണ്. ആകെ വിഷമത്തിലായി. അങ്ങനെ 3-ാമത്തെ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവരെ സിയാറത്തിന് പോയി. അവിടെ പോയി സിയാറത്ത് ചെയ്തപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ കഫൻതുണി പോലും തികയാതെ മയ്യത്തടക്കിയ സഹാബിയല്ലേ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദുആ ചെയ്തു, പടച്ചവനെ അല്ലാഹ്, ഞങ്ങളുടെ കൂടെ വന്ന 2 സഹോദരിമാരുടെ ലഗേജ് പോയി റബ്ബേ, അവർക്ക് ഇടാൻ വസ്ത്രം പോലും ഇല്ല അല്ലാഹ്. ഇന്ന് മഗ്രിബിന് മുമ്പ് പടച്ചവനെ നീ അതൊരു ഖൈറായ തീരുമാനം. അവിടെ ഇന്ന് ദുആ ചെയ്തു. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ലഗേജ് ബസ്സിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ ഫോൺ കോൾ വന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ, ഞാനത് പറഞ്ഞു, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം ഇല്ലായിരുന്നു, കഫൻ തുണി. അപ്പൊ ഏറ്റവും നല്ല സ്ഥലം അതാ, അവിടെ തന്നെ. അപ്പൊ പെണ്ണുങ്ങൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, സ്വർഗം കിട്ടാൻ പോലും ദുആ ചെയ്തില്ലല്ലോ, തുണി കിട്ടാൻ വേണ്ടിയാണല്ലോ ദുആ ചെയ്തത്, കളിയാക്കണ രീതിയിൽ. ഇതെന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പണം വാരിക്കൂട്ടാൻ ഓടണ്ട, നിന്റെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 2 വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പത്തിന്റെ നെട്ടോട്ടം ഓടണ്ട, സമ്പത്താണ് വലുതെന്ന് കരുതിയിട്ട് ഓടണ്ട. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം രോഗം പിടിച്ചിട്ട് കിടക്ക. പെട്ടെന്ന് ബോധം തിരിച്ചു വന്നു. ആയിഷ ആയിഷ എന്ന് കിടന്ന് വിളിക്കുക അല്ലാഹുവിന്റെ റസൂല്. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ പെട്ടെന്ന് ഇന്ന സ്ഥലത്തൊരു 6 ദിർഹം ഇരിക്കുന്ന എടുപ്പെടുത്തിട്ടോ ആയിഷ, 6 ദിർഹം ഇന്ന സ്ഥലത്തിരിക്കുന്ന ആയിഷ എടുത്തിട്ട് ഓടിവാ. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ ഓടിപ്പോയി 6 ദിർഹം എടുത്തുകൊണ്ട് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. കൈ വെച്ചിട്ടിരുന്ന് കരയാ. 6 ദിർഹം തന്റെ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ 6-7 ദിർഹം കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയാ. ആയിഷ ബീബി ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? ആയിഷ, ഇതെന്റെ വീട്ടിലിരിക്കുമ്പോ ഞാൻ മരിച്ചാ പോയില്ലേ ആയിഷ, ഈ 6 ദിർഹം എന്റെ കയ്യിലിരിക്കുന്ന സമയത്താ ഞാൻ മരിക്കണതെങ്കിൽ അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ. പെട്ടെന്ന് ആർക്കെങ്കിലും കൊണ്ട് സദക്ക ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ 6 ദിർഹം കയ്യിലിരുന്നതും കൊടുത്തു. 6 ദിർഹം തന്റെ കയ്യിലിരുന്ന അതും കൊടുത്ത്, അതും സദക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ പ്രവാചകന്റെ വഫാത്ത് എങ്ങനായിരുന്നെന്നറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിച്ചാ പോരാ. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് ആയിഷ ബീവി ഫാത്തിമ ബീവി 2 പേരും മാത്രമേ ഉള്ളൂ. 2 പേരും വീടിനകത്തിരുന്ന് കരയാ. റസൂലുള്ള പെട്ടെന്ന് രോഗം അങ്ങോട്ട് കൂടി. പെട്ടെന്ന് രോഗം ഇങ്ങനെ കൂടിയിട്ട് കിടക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ 2 ചെറുപ്പക്കാരികളായ 2 പെണ്ണുങ്ങൾ അപ്പുറത്തിപ്പുറത്തുനിന്ന് കരയാ. ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിൽ തുറക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിൽ തുറക്ക്.
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, എഴുന്നേക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ബോധം തന്നെ ഇല്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. കുറെ സമയം കഴിഞ്ഞു, രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറഞ്ഞു. അപ്പോഴും ഫാത്തിമ ഇതുപോലെ വിളിച്ചു പറഞ്ഞു. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലും തുറക്കുവോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ ആരാമോളെ, സലാം പറയുന്നത് ആരാമോളെ, ഒന്ന് നോക്കാൻ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വഫാ ആരാണെന്നറിയില്ല, ഈ നാട്ടുകാരനല്ല, കണ്ടിട്ട് പേടി തോന്നുന്നു വഫാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാതിലൊന്ന് തുറക്കുവോ ഫാത്തിമ, വാതിലൊന്ന് തുറക്കുവോ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുമ്പോ കടന്നു വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അസ്റായീലേ, എന്നെ കാണാൻ വന്നതാണോ, വെറുതെ വന്നതാണോ? യാ റസൂലല്ലാഹ്, റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ. ഈ പ്രപഞ്ചം തന്നെ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായിലിനെ കണ്ടിട്ട് പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ സ്വർഗത്തിന്റെ റാഡിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവേ നമ്മുടെ മുന്നിൽ വരുവല്ലോ. എങ്ങനാ ഉപ്പാ വരുന്നത്, എങ്ങനാ പെങ്ങളെ വരുന്നത്? റസൂലുള്ളാഹി പറയുന്നു, അസ്റായിലേ റൂഹ് പിടിച്ചോ, അസ്റായിലേ റൂഹ് പിടിച്ചോ. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ തുടങ്ങി, കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ താകാ കഴിയുന്നില്ല, ചാടി എഴുന്നേക്കുന്നു, പിന്നെയും കിടക്കുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കൈ ഇങ്ങനെ ഇടുല്ലാഹുവേ, വല്ലാത്ത വേദനയാ. റസൂലുള്ളാഹി പറയുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ. അസ്റായീൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരവിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്ന നബിയേ. ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടന്ന് പുളയുകയാണ്. ആയിഷ ബീബി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് തന്നെ മടിയിൽ വെക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ വിയർത്ത മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി കയ്യും കാലും ഇങ്ങനെ തടകി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അവസാനം അരവര റൂഹ് പിടിച്ചു. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ മടിയിലാണ് റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് 18 വയസ്സുള്ളത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 18 വയസ്സാണെന്ന് ആയിഷ ബീവിക്ക്. അല്ലാഹുവേ, ആ 18 വയസ്സുള്ള പെണ്ണിങ്ങനെ റസൂലുള്ളാഹിന്റെ വിയർപ്പിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ. പെങ്ങളെ, പ്രസവ വേദനയല്ല പെങ്ങളെ, പ്രസവ വേദനയല്ല പൊന്നുമോളെ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ആയിഷ പ്രസവിച്ചിട്ടില്ല, ആയിഷ ബീവി പ്രസവ വേദന അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തയ്യാറെടുക്കണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ പടച്ചവരോട് നീ എപ്പോഴും ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 18 വയസ്സുകാരി തന്റെ പ്രിയപ്പെട്ട